എന്റെ ദൈവമേ, എന്തൊരു സമാധാനമാണല്ലേ എല്ലാവർക്കും. ഞാനൊന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയതാണേ. എന്തായാലും കലക്കിയിട്ടുണ്ട്. ആദ്യം സദ്യക്ക് മെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത് ഉന്തും തള്ളുവാണ്. അത് കഴിഞ്ഞ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളതെന്ന് പറഞ്ഞതുപോലെ ഇഞ്ചി തൊട്ട് അവിയൽ വരെ തൊട്ട് നക്കൽ പരിപാടി ഉള്ളത് കേട്ടോ. ആ തൊട്ട് നക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപ്പും നെയ്യും വരുകയുണ്ടായി. അപ്പോൾ പരിപ്പും നെയ്യും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് രുചിയാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പും നെയ്യും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. പരിപ്പും നെയ്യും പപ്പടവും, പിന്നെ വേണമെങ്കിൽ നമുക്ക് അച്ചാറ്, തോരൻ, അവിയൽ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഈ സദ്യയുടെ കൂടെ കിട്ടിയിരിക്കുന്നത് അടപ്പായസമാണേ. അത് കഴിഞ്ഞ് വന്നതാണ് ഹൈലൈറ്റ്, മത്തൻ പായസം. എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ അടുത്തിരുന്നൊരു കുട്ടിയാണ് പറഞ്ഞത് അത് മത്തൻ പായസമാണെന്ന്. ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല, എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയത് നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിലാണ്. കൊണ്ടുവരുന്നല്ലേ കൊണ്ടുവരുന്നല്ലേ വീട്ടില്. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു സാധനം ഉണ്ടല്ലോ, ഒരു കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്താണെന്ന്. അപ്പോൾ ആ വീട്ടിലെ മോളെടുത്ത് ചോദിച്ചപ്പോൾ മോളാണ് പറഞ്ഞ, ടീച്ചർ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ഞാനിത് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാറുള്ളതാണ്, അച്ഛൻ എവിടെ നിന്നോ കൊണ്ടുവന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.